ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നിങ്ങൾ ഏത് മീൻ മേടിക്കുകയാണെങ്കിലും കുഴപ്പമില്ല, പക്ഷേ മസാല ഇതുപോലെ റെഡിയാക്കുകയാണെങ്കിൽ ശരിക്കും പൊളിക്കും തന്നെ പറയാം. അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല എങ്ങനെ റെഡിയാക്കുന്നത് നോക്കാം. അതിന് വേണ്ടി ഞാൻ 3 വെളുത്തുള്ളി, അതുപോലെ ഒരു കഷ്ണം ഇഞ്ചി, 3 ചെറിയ ഉള്ളി, 3 പച്ചമുളക്, കറിവേപ്പില ഇതെല്ലാം എടുത്ത് വെച്ചിട്ട് ഞാനൊരു 1/2 കിലോ മീനിനുള്ള മസാലയാണ് റെഡിയാക്കുന്നത്. അപ്പോൾ നമ്മൾ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. ഇതെല്ലാ സാധനങ്ങളും നമുക്ക് എത്ര നിങ്ങൾ മീൻ എടുക്കുന്നത് അതിന് ആവശ്യാനുസരണം പോലെ കൂട്ടി കൊടുക്കാം. ഇപ്പോൾ ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 2 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ നമ്മൾ ഇതിലേക്കും കുരുമുളക് പൊടിയാണ്, അതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് വലിയ ജീരകമാണ്, അതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഇനി ഗരം മസാലയാണ്, അതൊരു 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കൂടെ തന്നെ ചെറിയ ജീരകത്തിൻ്റെ പൊടിയാണ്, അതൊരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ മഞ്ഞൾപ്പൊടി ഞാൻ 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. നിങ്ങൾ കുറവാണെങ്കിലും അത് നിങ്ങളുടെ ഇഷ്ടാനുസരണം പോലെയാണ്. ആവശ്യത്തിനേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1/2 കിലോ മീനിനുള്ള എല്ലാ ഉപ്പും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ വിനീഗറാണ് കേട്ടോ, ഞാൻ സാധാരണ ചെറുനാരങ്ങ നീര ഒഴിക്കുന്നത്, ഇപ്പം ഇല്ലാത്ത കാരണം വിനീഗർ ഒഴിച്ചത് മാത്രമാണ്. അപ്പോൾ നിർബന്ധമില്ല കേട്ടോ, നിങ്ങൾക്ക് വിനീഗർ വേണ്ടെന്നുള്ളവർ അത് മാറ്റി വയ്ക്കുക. പക്ഷേ നമുക്കൊരു ചെറിയൊരു പുളിപ്പുണ്ടെങ്കിലാണ് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. അപ്പോൾ നമ്മൾ ഈ മസാലകളെല്ലാം ഇതുപോലെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് നമ്മൾ മിക്സിയിലിട്ട് അടിച്ചിട്ട്, ഞാനിപ്പോൾ നെത്തോലി മീനാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾ ഏത് മീൻ മേടിച്ചിട്ടുണ്ടെങ്കിലും ഇതുപോലെ മസാല എല്ലാറ്റിനും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് തന്നെ തരുന്നത് ഞാൻ ഉറപ്പ് പറയട്ടെ. അത്രയും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമ്മൾ ഇതുപോലെ എല്ലാ സാധനങ്ങളും ഇട്ട് കൊടുക്കുമ്പോൾ നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു മീൻ വറുവൽ റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ ഞാൻ എല്ലാ മീനും നന്നായിട്ട് മസാല പുരട്ടിയിട്ടുണ്ട്. ഇപ്പം ഞാൻ കുറച്ചുകൂടി കറിവേപ്പില മുകളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി കറിവേപ്പിലേക്ക് ഇട്ടിട്ടാണ് നമ്മൾ റെഡിയാക്കിയത്. അതുതന്നെ നമുക്ക് നല്ല മണം ഉണ്ടാകും കറിവേപ്പിലേക്ക്. അങ്ങനെ ഞാൻ കൂടെ കുറച്ച് 2 വലിയ മീനും കൂടെ ഞാൻ അതുപോലെ റെഡിയാക്കി വെച്ച് ജസ്റ്റ് ഒന്ന് കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോൾ അതൊന്നുകൂടി നല്ല ടേസ്റ്റാണ്. അപ്പം നമുക്ക് കേരളത്തുകാർക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് വെളിച്ചെണ്ണയിൽ ചെയ്യുമ്പോൾ ശരിക്കും നല്ലൊരു ടേസ്റ്റാണെന്ന്. അങ്ങനെ ഞാനിപ്പോൾ ഈ ഒരു മീൻ എന്ന് പറയുന്ന സമയത്ത് ഒരു 1/2 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ ഒന്ന് വെച്ചിട്ടാണ് നമ്മൾ വറുത്തെടുക്കുന്നത് കേട്ടോ. അപ്പോൾ നല്ല മസാല ഒന്ന് പിടിച്ച് കിട്ടാനായിട്ടാണ് നമ്മൾ റെഡിയാക്കി അപ്പോൾ തന്നെ വറുക്കുകയാണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ എന്നാലും നമ്മൾ ഒരു 1/2 മണിക്കൂറെങ്കിലും ഫ്രീസറിൽ വെച്ചിട്ടൊന്ന് എടുക്കുകയാണെങ്കിൽ നല്ല സെറ്റായിട്ട് കിട്ടും. അങ്ങനെ നമ്മൾ എണ്ണയൊക്കെ നല്ല ചൂടാക്കിയിട്ടിട്ട് അപ്പോൾ ഞാൻ ഓരോന്നായിട്ടാണ് പതുക്കെ എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന മീൻ വന്നിട്ട് ഒരുപാട് ക്രിസ്പി ആക്കുന്നതിനേക്കാളും എൻ്റെ വീട്ടിലിട്ടോ, അതായത് ഒരുപാട് ക്രിസ്പി ആക്കുന്നതിനേക്കാളും ചെറിയൊരു ക്രിസ്പിയും ഒരു സോഫ്റ്റും അങ്ങനെ ഉണ്ടാവുന്നതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു രീതിക്ക് ഞാൻ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത് അതുപോലെ നിങ്ങൾ റെഡിയാക്കിയാൽ മതി. പക്ഷേ മസാല നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാലയാണ്. അപ്പോൾ മസാല എന്ന് പറയുന്ന സമയത്ത് എല്ലാവർക്കും ഇഷ്ടം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റിയാണെന്ന് ഉറപ്പ് പറയാം, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി വീട്ടിൽ മീൻ മേടിച്ചാൽ അപ്പോൾ ഇതുപോലെ മസാല റെഡിയാക്കി ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ വീഡിയോ കാണാൻ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.